ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാം വളരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോജിക്കൽ റീസണിങ്ങിലെ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് ചെയ്യാത്തൊരു വീഡിയോ ആണ്. ലോജിക്കൽ റീസണിങ് നിരവധി വീഡിയോസ് ചാനലിലുണ്ട്. നിങ്ങൾ എങ്ങനെ ഇത് അക്സസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പ്രിപ്പറേറ്ററി വീഡിയോസ് എന്ന കാറ്റഗറി ഉണ്ട്, ലോജിക്കൽ റീസണിങ് എന്ന കാറ്റഗറി ഉണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിന് പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. മുൻ വർഷങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 70-80% സിമിലർ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്. സോ വാച്ച് സച്ച് വീഡിയോസ് ഫ്രം അവർ പ്ലേലിസ്റ്റ്. സോ ദ ടോപ്പിക് ഈസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ബേസിക്കലി നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പാർട്ട് നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പേഴ്സ് ഓൺലി എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ഫസ്റ്റ് എന്നുള്ള കാറ്റഗറിയാണ്. ഇതൊരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് കോമൺ പ്ലേ ലിസ്റ്റിലേക്ക് ഈ വീഡിയോ വരും. അപ്പം നിങ്ങൾക്ക് ഈ ക്വിക്കായിട്ട് അസസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ വീഡിയോസുകൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ സൊല്യൂഷൻസ്, ഇതൊക്കെ ഫെബ്രുവരി കെമാറ്റിൻ്റെ ക്വാൺ പാർട്ടിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്, കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അസസ് ചെയ്യാം. സോ 89 ആണ് ഇതിൻ്റെ ഒരു മന്ത്ലി അസസ് ചെയ്യാനായിട്ടുള്ള യൂട്യൂബ് ചാർജ് ചെയ്യുന്ന ഫീസ്. നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുമ്പോൾ ജനറലി ലീനിയർ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സർക്കുലർ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ലീനിയർ അറേഞ്ച്മെന്റ്സിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഈ മെമ്പേഴ്സ് ഫസ്റ്റ് കാറ്റഗറിക്കകത്തുള്ള കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു റോയിൽ അറേഞ്ച് ചെയ്യുന്നു എന്നാണ്. ഇപ്പം സ്റ്റാൻഡിങ് ഇൻ എ റോ അല്ലെങ്കിൽ സിറ്റിംഗ് ഇൻ എ റോ എന്നുള്ള ലൈൻ എന്നൊക്കെയുള്ള ലീഡിങ് അറേഞ്ച്മെന്റ്. സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ സർക്കിളിൽ ഉള്ള അറേഞ്ച്മെന്റ്സ് ആണ്. ഇതാണ് സർക്കുലർ അറേഞ്ച്. ഇത് കൂടാണ് ചിലപ്പോൾ നമ്മൾ വേറെ കാറ്റഗറി അറേഞ്ച്മെന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മളൊരു ചില ഗെയിംസ്, കാർഡ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ഒരു ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കളിക്കുന്ന കാർഡ് ഗെയിംസിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ചില കേസുകളിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതെല്ലാം മിസ്ലേനിയസ് ആയിട്ട് മറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പം അറേഞ്ച്മെന്റ്സ് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള സെക്ഷനാണ്. ലീനിയർ അറേഞ്ച്മെന്റ്സിന്റെ ക്വസ്റ്റിനും സർക്കുലർ അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എന്നാൽ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടോപ്പിക് സർക്കുലർ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. ആ ചോദ്യം ഒന്ന് വായിക്കാം. PQRSTUVW കുറച്ചധികം ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സമയം എടുത്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആകുമ്പോൾ ചിലപ്പം ഒരു ക്വസ്റ്റ്യനും അതിന് കുറേ ഒരു മെയിൻ സെക്ഷനും അതിന് ചിലപ്പം സബായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് സ്കോർ ചെയ്യാനായിട്ട്, അല്ല 4-5 മാർക്ക്, 4 × 4 അല്ല 4 × 4 16 അല്ല 4 × 5 20 മാർക്കൊക്കെ സ്കോർ ചെയ്യാനുള്ള ഏരിയയാണ്. ചിലപ്പോൾ ഒറ്റ മാർക്കാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഇത്രയും ആൾക്കാർ ഇത്രയും 7-8 പേരുടെ പേര് പറയണം നിർബന്ധമില്ല. അപ്പോൾ ഞാനിത് കുറേയധികം സെഗ്മെന്റുകൾ മനസ്സിലാക്കാൻ ഇതിൻ്റെ അറേഞ്ച്മെന്റ് ഒക്കെ എഴുതാനായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ എടുത്തു എന്ന് മാത്രം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് മാത്രമേ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്, അതിൻ്റെ അപ്രോച്ചൊക്കെ നോക്കാം. അപ്പോൾ ഇപ്പം നിലവിലിപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് 8 പേരുണ്ട്. അപ്പോൾ 8 പേരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 8 പൊസിഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി തന്നെ 8 പൊസിഷൻസ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് പോകാം. എവിടെയെങ്കിലും ഒക്കെ ഒരു റാൻഡംലി വരുന്ന രീതിയിൽ ഇതിൻ്റെ 8 പൊസിഷൻസ് ഞാൻ മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് പിന്നെ ആൾക്കാരെ പ്ലേസ് ചെയ്താൽ മതി. Now sitting in a circle and they are facing into the circle. അപ്പോൾ അവർ ഉള്ളിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫേസിങ് ഇൻ ദ സർക്കിൾ. അപ്പം സർക്കിളിന് ഉള്ളോട്ട് ഫേസ് ചെയ്യിക്കുമ്പോൾ സർക്കിളിന് പുറത്തോട്ട് ഇരിക്കുമ്പോൾ അവരുടെ ഡയറക്ഷൻസ് ഒക്കെ മാറുന്നുണ്ട്, റൈറ്റും ലെഫ്റ്റും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഉള്ളോട്ട് ഇരിക്കുമ്പോൾ റൈറ്റും ലെഫ്റ്റും എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഓരോ വ്യക്തി ഉള്ളോട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ വ്യക്തി ഉള്ളോട്ട് ഇരിക്കുന്ന രീതിയിൽ കാണണം. അപ്പം ആ വ്യക്തിയുടെ റൈറ്റ് ഭാഗം ഇതാണ് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇവിടെയാണ് റൈറ്റ് വരുന്നത്, ഇവിടെയാണ് ലെഫ്റ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഉള്ളോട്ടിരിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഒരാൾ ഇരിക്കുന്ന, അയാൾ ഉള്ളോട്ടിരിക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡ്, ഈ പോർഷനാണ് ലെഫ്റ്റ് സൈഡ് വരിക, ഈ പോർഷനാണ് റൈറ്റ് സൈഡ് വരിക. നമ്മൾ കാണുന്ന നമ്മുടെ റൈറ്റും നമ്മുടെ ലെഫ്റ്റും പോലെ ആയിരിക്കില്ല ഉള്ളോട്ടിരിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ചിന്തയെ വെച്ചുകൊണ്ടാണ് അത് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മറ്റുള്ള ക്ലൂകൾ, അപ്പോൾ കുറേ അധികം ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ ഹിൻറ്റുകൾ അനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ള ഹിൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കാനാണ് അവിടെ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം. അപ്പം സെൻട്രാൻ തന്നിക്കുന്നുണ്ട്. P is the second to the right of D. അപ്പം എവിടെയും നമുക്ക് തുടങ്ങാം. P നമുക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് തുടങ്ങാം. അപ്പം അപ്പം നമുക്ക് ജസ്റ്റ് P ഇവിടെയാണെന്ന് വിചാരിച്ചോ. എവിടെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ക്ലൂ ആയിട്ട് നമുക്ക് സർക്കിൾ ആയിട്ട് എവിടെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. P is the second to the right of T. അപ്പം T എന്നുള്ള റൈറ്റ്. അപ്പം ഇപ്പം T ഇവിടെ ആയിരിക്കണം അല്ലേ. അപ്പം കാരണം Tയുടെ റൈറ്റ് എന്ന് പറയുന്നത് T അങ്ങോട്ട് ഇരിക്കുന്നതാണ്. Tയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് Tയുടെ റൈറ്റ്.
ഈ ഡയറക്ഷൻ ടിയുടെ റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ ടിയുടെ വലതുവശത്ത് രണ്ടാമതിരിക്കുന്നതാണ് പി എന്നുള്ളത്. അപ്പോൾ ഈ പൊസിഷൻ കറക്റ്റായി. അപ്പോൾ ടിയുടെ വലതുവശത്ത് രണ്ടാമതിരിക്കുന്നതാണ് പി. അപ്പോൾ ഈ പൊസിഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി പി ഇസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി. ഹൂ ഈസ് ദ നൈബർ ഓഫ് ആർ ആൻഡ് വി? അപ്പോൾ ടി ആറിൻ്റെ വിയുടെ നൈബറാന്ന് പറഞ്ഞാൽ, അപ്പോൾ ടി ആറിൻ്റെ വിയുടെ നൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഈ പറയുന്ന ആറും വിയും എന്തായാലും നൈബർ ആണെങ്കിൽ രണ്ടിൻ്റെ നടുക്ക് വരണം ടി അല്ലെ, അതാണ് അതിൻ്റെ ഹിന്റ്. അപ്പോൾ ഒന്നെങ്കിൽ 6 ഇവിടെ വരാം, അല്ലെങ്കിൽ 6 ഇവിടെ വരാം. അപ്പോൾ 6ഉം വി രണ്ട് രീതിയിൽ പൊസിഷൻ ചെയ്യാം. അപ്പം മറ്റ് ക്ലൂവും കൂടെ നോക്കാം. ഇത് ഇത്രയും ക്ലൂസ് അതിനകത്ത് ബേസിക്കലി ഉണ്ട്. അപ്പം 6ഉം ടിയും കൂടെ മറ്റ് ക്ലൂവും കൂടെ നോക്കാം. വിയെ പറ്റി മറ്റൊരു കാര്യമാണ്, വി ഇസ് ദ നൈബർ ഓഫ് യു എന്നും കൂടെ പറയുന്നുണ്ട്. വി നൈബർ ഓഫ് യു എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം വി ഇവിടെ ഇട്ടാനുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വി പിക്ക് ടിക്ക് ഇടയ്ക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് വിക്ക് ഒരു നൈബർ ഉണ്ട്, അത് വേറൊരാണ് യു എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് വിയെ ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലൂ അനുസരിച്ച് 6ഉം വി പ്ലേസ് ചെയ്യണം. അപ്പോൾ 6നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് വി ഇവിടെ പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ മനസ്സിലാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വിയെ പ്ലേസ് ചെയ്താലുള്ള പ്രശ്നം 6ന് സാധ്യത. അപ്പം വി ഇസ് നൈബർ ഓഫ് യു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഓൾറെഡി പിയും ടിയും നൈബറായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ ഒരിക്കലും വിയെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 6ആയിരിക്കണം ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ടിയുടെ നൈബർ ആകാൻ വേണ്ടി വിയെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ക്ലൂ അനുസരിച്ച്, അടുത്തൊരു മറ്റൊരു ക്ലൂ അനുസരിച്ച് വിയുടെ നൈബറാണ് ആര്? യു. അപ്പോൾ യു ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എസ് ഡബ്ല്യു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് സിമ്പിൾ ആണെന്ന് തോന്നും. എസ് ഈസ് നോട്ട് ദ നൈബർ ഓഫ് പി എന്ന് പറയുന്നുണ്ട്. എസ് ഈസ് നോട്ട് ദ നൈബർ ഓഫ് എസും നമുക്കിനി ക്യൂ ഉണ്ട് അല്ലെ, ക്യൂ ഉണ്ട്. ക്യൂ എസ് ഡബ്ല്യു ഇത്രയും ആൾക്കാരാണ് പ്ലേസ് ചെയ്യാനുള്ളത്. അപ്പം എസ് ഈസ് നോട്ട് ദ നൈബർ ഓഫ് പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എസ് പിയുടെ എവിടെയല്ല. അപ്പോൾ എസ് ഈ രണ്ട് സ്ഥലത്ത് എവിടെയായിരിക്കും എസ് എന്ന് ഓർപ്പിച്ചു. ക്യൂ ഈസ് നോട്ട് ബിറ്റ്വീൻ എസ് ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞു. ക്യൂ ഈസ് നോട്ട് ബിറ്റ്വീൻ എസ് ആൻഡ് ഡബ്ല്യു. അപ്പോൾ ക്യൂ എസിനും ഡബ്ല്യുക്ക് ബിറ്റ്വീൻ അല്ല. അപ്പം എസ് പിയുടെ നൈബറും അല്ല ക്യൂ. അപ്പം എസ് പിയുടെ അടുത്തല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എസിന് ഒന്നെങ്കിൽ ഇവിടെ ആകാം, അല്ലെങ്കിൽ ഇവിടെ ആകാം. അപ്പോൾ ഇവിടെ ആയാലുള്ള പ്രശ്നം ക്യൂ ഈസ് നോട്ട് ബിറ്റ്വീൻ എസ് ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത്. ക്യൂ ഈസ് നോട്ട് ഡബ്ല്യു ബിറ്റ്വീൻ എസ് ആൻഡ്, ഒന്നെങ്കിൽ ക്യൂ ഇവിടെ ആണോ അല്ലെങ്കിൽ ഡബ്ല്യു ഇവിടെ ആണ്. ഓക്കെ, ഡബ്ല്യു ഈസ് നോട്ട് ബിറ്റ്വീൻ യു ആൻഡ് എസ് എന്ന് പറയുന്നത്. ഡബ്ല്യു ഈസ് നോട്ട് ബിറ്റ്വീൻ യു ആൻഡ് എസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എസിനെ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഞാൻ എസിനെ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലൂ അനുസരിച്ച് എസ് ഈസ് നോട്ട് ദ നൈബർ ഓഫ് പി, അത് ശരിയായിട്ടുണ്ട്. പിന്നെ ക്യൂ ഈസ് നോട്ട് ബിറ്റ്വീൻ എസ് ആൻഡ് ഡബ്ല്യു. അപ്പം ക്യൂ ഈസ് നോട്ട് ബിറ്റ്വീൻ എസ് ആൻഡ് ഡബ്ല്യു. അപ്പം ക്യൂ ഇവിടെ, അപ്പോൾ അതുകൊണ്ട് ക്യൂ ഇവിടെ ഇട്ടാലുള്ള പ്രശ്നം ഡബ്ല്യു ഇവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ക്യൂ എസിന് ഡബ്ല്യൂന് ഇടയ്ക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ക്യൂവിനെ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യണം. ഇവിടെ ക്യൂവിനെ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡബ്ല്യുവിനെ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പൊസിഷൻസ് നമ്മൾ ഫില്ലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് പൊസിഷൻസ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് എസ് വേറെ പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റേ ക്ലൂ അനുസരിച്ച് ഇത് ഫിറ്റ് ആകത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ എസിനെ ഇവിടെയും ഡബ്ല്യുവിനെയും ക്യൂവിനെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ പടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അത്രയും ക്വസ്റ്റ്യൻ പാർട്ടാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പിയുടെ ലെഫ്റ്റ് ആയിട്ടാണ്, ക്യൂ റൈറ്റ് ആയിട്ടാണ്, അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ചലഞ്ചിങ് പാർട്ട് ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയഗ്രാം വരച്ചതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്യൂ, അപ്പോൾ നമ്മൾക്ക് പി ഇവിടെ ഉണ്ട്, ക്യൂ ഇവിടെ ഉണ്ട്, RST എല്ലാവരെയും പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ പി, ആർ, ടി, വി, യു, എസ്, ഡബ്ല്യു, ക്യൂ ഇങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് ടേക്ക് വൺ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം, എന്താ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ പടം ഇതിൽ ഒരു കോപ്പി വരച്ചേക്കുന്നതിൻ്റെ കോപ്പി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നതാണ്. Now the question is, what is the position of S എന്നാണ് ചോദിക്കുന്നത്. What is the position of S എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എസിൻ്റെ പൊസിഷൻ എന്താണ് ബിറ്റ്വീൻ യു ആൻഡ് വി? ശരി, പടത്തിലേക്ക് നോക്കാം. തെറ്റാണ്. സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് പി. പിയുടെ റൈറ്റിൽ സെക്കൻഡ് റൈറ്റ് ഡബ്ല്യു ആണ്. ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡബ്ല്യു.
ശരിയാണ്, ഡബ്ല്യുവിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. ബിറ്റ്വീൻ പി ആൻഡ് ടി, പിൻ്റെ ടീൻ്റെ ഇടയ്ക്ക് ആറുമാണ്. അപ്പോൾ ആൻസർ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടി. റൈറ്റ് ആൻസർ ഈസ് ഈ തേർഡ് വൺ ആണ് റൈറ്റ് ആൻസർ എന്നുള്ള ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഇതാണ് സർക്കുലർ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, ഡ്രോ ചെയ്യുന്നു, അതനുസരിച്ച് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സാധാരണ ഇതിൽ ലോജിക്കൽ റീസണിങ്ങിൽ ചില സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ഒരു ഡയറക്ഷൻസ് വന്നിട്ട് അതിനുള്ളിൽ 3-4 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും വരാം. അപ്പോൾ എന്തുതന്നെയായാലും ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളെങ്കിൽ 4-5 പേരൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ 8 പേരുള്ളതുകൊണ്ടാണ് ഇത്ര സമയം എടുത്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കോർ ചെയ്ത് പടം ഒന്ന് വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുക, കിട്ടുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക, ട്രൈ ചെയ്യുക, സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കൂടുതൽ മെമ്പേഴ്സ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ട് എൻട്രി പ്ലസ് എന്ന ജോയിൻ ബട്ടൺ ഉപയോഗിക്കുക. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചാൽ 89 per month എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ടാബ് ക്ലിക്ക് ചെയ്താൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസുകൾ നമ്മൾ ചെയ്ത വീഡിയോസ് കാണാൻ സാധിക്കും. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ഉള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. കൂടുതൽ വീഡിയോസ് അസസ് ചെയ്യാൻ നമുക്ക് എല്ലാവരും തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പ്ലേലിസ്റ്റിൽ നിരവധിയായിട്ടുള്ള വീഡിയോസുകളുണ്ട്. വീഡിയോസുകളൊക്കെ കാണാൻ ശ്രമിക്കുക. 3-4 days ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും ക്വാളിഫൈഡ് ആകണം. എല്ലാവർക്കും MBA അഡ്മിഷൻ കിട്ടാനായിട്ട് ദാറ്റ് വിൽ ബി എ ഗുഡ് ബെഞ്ച് മാർക്കിംഗ്. സോ വിഷ് യു ദി വെരി ബെസ്റ്റ്. വീണ്ടും മറ്റൊരു വീഡിയോ കാണുക. ബൈ.